ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3-ാം ക്ലാസ്സിലെ EVS പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ നോക്കിയാലോ? ഗ്രീൻ എർത്ത്. പച്ചപ്പ് നിറഞ്ഞ ഭൂമി. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. പോയി തൊട്ടിട്ട് വാ കുഞ്ഞിപ്പക്ഷി. എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. പറന്നു പോകൂ കുഞ്ഞിപ്പക്ഷി. പോയി പച്ചമരത്തിൽ തൊട്ടിട്ട് വാ കുഞ്ഞിപ്പക്ഷി. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? കൂട്ടുകാരെ, ഏത് മരത്തിലാണ് പക്ഷി തൊട്ടത്? നമുക്ക് ചുറ്റും ധാരാളം മരങ്ങളുണ്ടല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? അതിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മാൾ? പറയൂ, അത് വലുതാണോ ചെറുതാണോ? നമുക്ക് ചുറ്റും വലുതും ചെറുതുമായ ധാരാളം മരങ്ങളുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്കറിയാവുന്ന 5 മരത്തിൻ്റെ പേരെഴുതൂ കൂട്ടുകാരെ. ഞാൻ എഴുതിയത് നോക്കൂ. കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, ബനിയൻ ട്രീ, നീം ട്രീ, തേക്ക്. അടുത്തത് നോക്കൂ, എന്താണ് പറയുന്നത്? ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. പറന്നു പോകൂ കുഞ്ഞിപ്പക്ഷി. പോയി പൂവിൽ തൊട്ടിട്ട് വാ കുഞ്ഞിപ്പക്ഷി. മരത്തിനെ പോലെ നമുക്ക് ചുറ്റും ധാരാളം പൂക്കളുമുണ്ടല്ലേ. നിങ്ങൾക്കറിയാവുന്ന 5 പൂക്കളുടെ പേരെഴുതൂ കൂട്ടുകാരെ. ഞാൻ എഴുതിയത് നോക്കൂ. റോസ്, ജാസ്മിൻ, ഹിബിസ്കസ്, കണിക്കൊന്ന, ലില്ലി. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. പറന്നു പോകൂ കുഞ്ഞിപ്പക്ഷി. പോയി ഇലയിൽ തൊട്ടിട്ട് വാ കുഞ്ഞിപ്പക്ഷി. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? ഏത് ഇലയിലാണ് പക്ഷി തൊട്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? അതിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്? ഇലയുടെ ആകൃതി പറയാമോ? നമുക്ക് ചുറ്റും പല ആകൃതിയിലുള്ള ധാരാളം ഇലകളുണ്ടല്ലേ. നിങ്ങൾക്കറിയാവുന്ന 5 ഇലയുടെ പേരെഴുതൂ. ഏതൊക്കെയാണവ? കറി ലീഫ്, സ്പിനാച്ച് ലീഫ്, ഹിബിസ്കസ് ലീഫ്, റോസ് ലീഫ്, തേക്ക് ലീഫ്. കൂട്ടുകാരെ, ഈ ഇലകളുടെ എല്ലാം ആകൃതി ഒരുപോലെയാണോ? അല്ലല്ലേ. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്? കൂട്ടുകാരെ, പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളെ കണ്ടോ? ഷാൽ വി പ്ലേ ദിസ് ഗെയിം? നമുക്ക് ഈ ഗെയിം കളിക്കണോ? വിച്ച് പ്ലാന്റ്സ് വെയർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്? കൂട്ടുകാരെ, നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞ സസ്യങ്ങൾ ഏതൊക്കെയാണ്? വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ? നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു സസ്യങ്ങൾ ഏതൊക്കെയാണ്? റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. കൂട്ടുകാരെ, അതൊക്കെ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറിയിൽ എഴുതി ചേർക്കണം കേട്ടോ. ഞാൻ എഴുതിയ കുറച്ച് സസ്യങ്ങളുടെ പേര് നോക്കൂ. ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവ്, ബിറ്റർ ഗോഡ്, പാവയ്ക്ക, ടച്ച് മീ നോട്ട്, തൊട്ടാവാടി, തുമ്പ, തുമ്പപ്പൂ, പ്ലാന്റെയിൻ, വാഴ. അടുത്തത് നോക്കൂ. വിച്ച് പാർട്സ്? ഏതു ഭാഗങ്ങൾ? സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. സൈറ എന്തെടുക്കുകയാണ് കൂട്ടുകാരെ? സൈറ ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ ചേർക്കേണ്ട മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ എഴുതുക. ചിത്രം നോക്കൂ കൂട്ടുകാരെ. സൈറ വരച്ച ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ചെടിയുടെ സ്റ്റെം മാത്രമാണ് സൈറ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ വരച്ച് ചേർക്കാം? റൂട്ട്, ചെടിക്ക് റൂട്ട് ഉണ്ടാവുമല്ലേ. പിന്നെയോ? ലീഫ്. അടുത്തതായി ഫ്ലവർ. ഇത് 3 നമുക്ക് വരച്ച് ചേർക്കാമല്ലേ. ലെറ്റസ് ക്ലാസിഫൈ. നമുക്ക് തരംതിരിക്കാം. ഫ്രണ്ട്സ്, ഡു യു തിങ്ക് ആൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? കൂട്ടുകാരെ, നിങ്ങൾ കാണുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരുപോലെയാണോ എല്ലാ സസ്യങ്ങളും ഇരിക്കുന്നത്? അല്ലല്ലേ. വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്താണ് വ്യത്യാസങ്ങൾ? അവ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? നമുക്ക് കണ്ടെത്തി എഴുതിയാലോ? ഒരു വ്യത്യാസം ഇതിൽ തന്നിട്ടുണ്ടല്ലേ. എന്താണ് ഇതിൽ തന്നിട്ടുള്ളത്? സൈസ്. ചെടിയുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടല്ലേ. ചില സസ്യങ്ങൾ വലുതും ബിഗും ചിലത് സ്മോളും ആയിരിക്കാം. വേറൊരു വ്യത്യാസം പറയൂ. ലീഫ്. ഇലകൾ തമ്മിൽ പലതരത്തിലുള്ള വ്യത്യാസമുണ്ടല്ലേ. ഇലയുടെ ഷേപ്പിലും കളറിലുമെല്ലാം വ്യത്യാസമുണ്ട്. അടുത്തത് നമുക്ക് എന്തെഴുതാം? സ്റ്റെം. ചെടികളുടെ സ്റ്റെമ്മിന് വ്യത്യാസമുണ്ട്.
ചിലത് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും തടിച്ചതും മെലിഞ്ഞതുമായ സ്റ്റെം ഉണ്ട്. അടുത്ത് നമുക്ക് എന്തെഴുതാം? റൂട്ട്. എല്ലാ ചെടികളുടെയും റൂട്ട് ഒരുപോലെയാണോ? അല്ല, റൂട്ടിലും വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് പേജ് നോക്കൂ. വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? കൂട്ടുകാരെ, ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? പറയൂ, ഏതൊക്കെ സസ്യങ്ങളാണ് തന്നിട്ടുള്ളത്? പാഡി നെല്ല്, ഇക്സോറ തെറ്റി, ഹിബിസ്കസ് ചെമ്പരത്തി, സ്പിനാച്ച് ചീര, ബന്യൻ ട്രീ ആൽമരം, ടച്ച് മീ നോട്ട് തൊട്ടാവാടി, മാംഗോ ട്രീ മാവ്, റോസ് റോസ, കോക്കനട്ട് ട്രീ തെങ്ങ്. ചിത്രത്തിൽ തന്നിരിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ കൂട്ടുകാരെ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? അവയുടെ തണ്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദെയർ സൈസ്? വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഹൗ ലോങ് വിൽ ദേ ലീവ്? അവർ എത്ര കാലം ജീവിക്കും? മേക്ക് യുവർ ഒബ്സർവേഷൻ വിത്ത് എ ടിക്ക് ഇൻ ദ ടേബിൾ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ അടയാളപ്പെടുത്തൂ. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കിയാലോ? ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പട്ടിക നോക്കൂ കൂട്ടുകാരെ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നെയിം ഓഫ് പ്ലാന്റ്സ്, ചെടികളുടെ പേര്. സ്റ്റെം എങ്ങനെയൊക്കെ ഉള്ളതാണ്? സോഫ്റ്റ് മൃദുവായത്, ഹാർഡ് കട്ടിയുള്ളത്, വെരി ഹാർഡ് വളരെ കട്ടിയുള്ളത്. സൈസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്മോൾ ചെറുത്, ബിഗ് വലുത്, വെരി ബിഗ് വളരെ വലുത്. അടുത്തതോ? ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? എത്ര കാലം ജീവിക്കും? മന്ത് മാസം, ഇയേഴ്സ് വർഷങ്ങൾ, മെനി ഇയേഴ്സ് ധാരാളം വർഷങ്ങൾ. ഇത് നമ്മൾ ഏതൊക്കെ ചെടികളെയാണ് താരതമ്യം ചെയ്തത്? നോക്കൂ. സ്പിനാച്ച് സോഫ്റ്റ് സ്റ്റെമ്മാണ്, സൈസ് സ്മോളാണ്, മന്ത് മാസങ്ങളോളം ജീവിക്കും. അടുത്തത് എന്താണെന്ന് നോക്കൂ. ഹിബിസ്കസ് ചെമ്പരത്തിയുടെ സ്റ്റെം എങ്ങനെയുള്ളതാണ്? ഹാർഡാണ്. സൈസോ? ബിഗ്. എത്ര കാലം അത് ജീവിക്കും? ഇയേഴ്സ് വർഷങ്ങളോളം ജീവിക്കും അല്ലേ? അടുത്തത് എന്താണെന്ന് നോക്കൂ. മാംഗോ ട്രീയുടെ സ്റ്റെം എങ്ങനെയാണ്? വെരി ഹാർഡാണ് വളരെ കട്ടിയുള്ളതാണല്ലേ? അതിൻ്റെ സൈസോ? വെരി ബിഗ് വളരെ വലിയ മരമാണ്. എത്ര കാലം അവ ജീവിക്കും? മെനി ഇയേഴ്സ് വർഷങ്ങളോളം ജീവിക്കും. ഇനി ബാക്കിയുള്ള സസ്യങ്ങളെ ഞാൻ താരതമ്യം ചെയ്ത് എഴുതിയത് നോക്കൂ. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന സസ്യങ്ങളെ താരതമ്യം ചെയ്ത് എഴുതണം കേട്ടോ. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? ടേബിളിൽ നിങ്ങൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? ടേബിളിൽ നമ്മൾ കുറേ ചെടികളെ കുറിച്ചുള്ള അവരുടെ സവിശേഷതകൾ പഠിച്ചു അല്ലേ? ഇനി എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഔഷധ സസ്യങ്ങളാണ്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്? ഞങ്ങളുടെ സവിശേഷതകൾ എഴുതാമോ? ചിത്രം നോക്കൂ. ചിത്രത്തിൽ ഏത് ചെടിയെക്കുറിച്ചാണ് പറയുന്നത്? സ്പിനാച്ച് ആണല്ലേ? സ്പിനാച്ചിനെ കുറിച്ചുള്ള സവിശേഷത തന്നിരിക്കുന്നത് നോക്കൂ. എന്താണ് തന്നിട്ടുള്ളത്? സ്റ്റെം ഈസ് സോഫ്റ്റ്. അതിൻ്റെ തണ്ടുകൾ എങ്ങനെയുള്ളതാണ്? മൃദുവായ തണ്ടുകളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്നും അതിൻ്റെ അടുത്ത ഫീച്ചേഴ്സ് എന്തെടുത്തെഴുതാം? ഷോർട്ട് ലീവ്ഡ് കുറച്ചു കാലം മാത്രമേ ജീവിക്കുകയുള്ളൂ. അടുത്തത് എന്ത് തന്നിട്ടുണ്ട് കൂട്ടുകാരെ? നോ ഡീപ്പ് റൂട്ട് ആഴത്തിലുള്ള വേരില്ല. അടുത്തത് എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഡു യു നോസ് നിങ്ങൾക്ക് ഞങ്ങളെ അറിയുമോ? വി ഗ്രോ വെരി ടാൾ ഞങ്ങൾ വളരെ ഉയരത്തിലാണുള്ളത്. വി ആർ ട്രീസ് ഞങ്ങൾ ആരാണ് കൂട്ടുകാരെ? ഞങ്ങൾ മരങ്ങളാണ്. ചിത്രം നോക്കൂ. ചിത്രത്തിൽ ഏത് മരത്തെക്കുറിച്ചാണ് പറയുന്നത്? മാംഗോ ട്രീ ആണല്ലേ? പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. ദയവായി ഞങ്ങളുടെ സവിശേഷതകൾ എഴുതൂ. എന്തൊക്കെ സവിശേഷതകളാണ് നമുക്ക് മാംഗോ ട്രീയെ കുറിച്ച് എഴുതാനുള്ളത്? എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. വെരി ഹാർഡ് സ്റ്റെം അതിൻ്റെ തണ്ട് എങ്ങനെയുള്ളതാണ്? വളരെ കട്ടിയുള്ളതാണ്. ഇനി നമുക്ക് എന്തൊക്കെ സവിശേഷതകൾ എഴുതി ചേർക്കാം? ഡീപ്പ് റൂട്ടഡ് അതിൻ്റെ വേര് ആഴത്തിലുള്ളതാണ്. ഹാവ് എ ലോങ് ലൈഫ് സ്പാൻ കൂടുതൽ കാലം ജീവിക്കും. അടുത്തത് നോക്കൂ. ദോ വി ആർ സ്മാൾ അവർ സ്റ്റെംസ് ആർ പ്രെറ്റി ഹാർഡ്. ഞങ്ങൾ ചെറുതാണെങ്കിലും ഞങ്ങളുടെ തണ്ടുകൾ കഠിനമാണ്.
വി ആർ കാൾഡ് സ്രബ്സ്. ഞങ്ങൾ കുറ്റിച്ചെടികൾ എന്നാണ് അറിയപ്പെടുന്നത്. റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. ഞങ്ങളുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് എഴുതൂ. ചിത്രം നോക്കൂ കൂട്ടുകാരെ. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഹിബിസ്കസ്, ചെമ്പരത്തി. ചെമ്പരത്തിയെക്കുറിച്ച് തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കൂ. ഹാർഡ് സ്റ്റെം, അതിൻ്റെ തണ്ട് എങ്ങനെയുള്ളതാണ്? കഠിനമായതാണ്, കട്ടിയുള്ളതാണല്ലേ. ഇനി നമുക്കതിനെക്കുറിച്ച് എന്തൊക്കെ ഫീച്ചേഴ്സ് എടുത്തെഴുതാം. ഷോർട്ട് പ്ലാന്റ്സ്, ചെറിയ ചെടികളാണ്. പിന്നെയോ ഹൗ ലോങ് ലൈഫ് സ്പാൻ, കുറേ കാലം ജീവിക്കും. അടുത്ത പേജ് നോക്കൂ കൂട്ടുകാരെ. എന്താണ് തന്നിരിക്കുന്നത്? ഹൂ എൽസ് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പിനാച്ച്, ഹിബിസ്കസ്, മാംഗോ ട്രീ. ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽ ഏതൊക്കെ ചെടികളെ നമുക്ക് എഴുതി ചേർക്കാനാവും? ഞാൻ എഴുതിയത് നോക്കൂ. ഹെർബ്സ്, ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ്? തുമ്പ, മുക്കുറ്റി, അലോവേര, ബാസിൽ, സിന്നമൺ, പ്ലാന്റെയിൻ. അടുത്തത് നോക്കൂ. സ്രബ്സ്, കുറ്റിച്ചെടികൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, ഇക്സോറ, റോസ്, സൺഫ്ലവർ, മാരിഗോൾഡ്, ജാസ്മിൻ ആൻഡ് ടീ പ്ലാന്റ്. ട്രീസ്, മരങ്ങൾ. മരങ്ങളുടെ കോളത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം? മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ടാമറിൻ ട്രീ, ബന്യൻ ട്രീ, തേക്ക്, കാഞ്ഞിരം ആൻഡ് ഞാവൽ. അടുത്തത് നോക്കൂ. ഡ്രോ ആൻഡ് കണക്ട്, വരച്ച് ബന്ധിപ്പിക്കുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. കുറേ ചെടികളുടെ പടം തന്നിട്ടുണ്ടല്ലേ. അവയെ ഷ്രബ്സ്, ഹെർബ്സ്, ട്രീസ് എന്നിങ്ങനെ വരച്ച് യോജിപ്പിക്കണം. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? കോക്കനട്ട് ട്രീ, പാഡി, ബന്യൻ ട്രീ, ഹിബിസ്കസ്, മുക്കുറ്റി, സ്പിനാച്ച്, റോസ്. ഇനി നമുക്കവയെ വരച്ച് യോജിപ്പിച്ചാലോ. ഷ്രബ്സ് ഏതൊക്കെയാണ്? ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. കുറ്റിച്ചെടികൾ ഇതിൽ ഏതൊക്കെയാണ്? നോക്കൂ. ഹിബിസ്കസ്, റോസ്. അടുത്തത് നോക്കൂ. ഹെർബ്സ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങൾ. ഔഷധ സസ്യങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? പാഡി, സ്പിനാച്ച്, മുക്കുറ്റി. അടുത്തത് എന്താണ്? ട്രീസ്. ട്രീസ് ഏതൊക്കെയാണ്? ബന്യൻ ട്രീ, കോക്കനട്ട് ട്രീ. വൈൻ പ്ലാന്റ്സ്, വള്ളിച്ചെടികൾ. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. സുഹൃത്തുക്കളെ, ഞങ്ങൾ വള്ളിച്ചെടികളാണ്, ഞങ്ങൾ ഇവിടെയുണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? കൂട്ടുകാരെ, വള്ളിച്ചെടികളുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? ലെറ്റ് us write. നമുക്ക് എഴുതിയാലോ. നോക്കൂ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ. അവ എങ്ങനെയാണ് വളരുന്നത്? വള്ളികളെ പോലെയാണ്, വള്ളിച്ചെടി പോലെയാണ് പടരുന്നത്. കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ. അവയ്ക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനാവില്ല. ഇനി നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം? ഞാൻ എഴുതിയത് നോക്കൂ. നോ ഡീപ്പ് റൂട്ട്സ്. അവയ്ക്ക് ആഴത്തിലുള്ള വേരുകളില്ല. ഹാവ് ലോങ് ആൻഡ് ഡെലിക്കേറ്റ് സ്റ്റെം. അവയുടെ സ്റ്റെം എങ്ങനെയുള്ളതാണ്? നീളമുള്ളതും മൃദുവായതുമായ സ്റ്റെമ്മാണ് അവയ്ക്കുള്ളത്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് വള്ളിച്ചെടികളെക്കുറിച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. ഞാൻ എഴുതിയ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. ഏതൊക്കെ നമുക്ക് എടുത്തെഴുതാം? പംകിൻ, കുക്കുംബർ, ബിറ്റർഗോർഡ്, സ്നേക്ക് ഗോർഡ്, ഗ്രേപ്പ് എക്സെട്ര. വൈൻ പ്ലാന്റിനെ കുറിച്ച് കോളത്തിനകത്ത് എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് ടു ടൈപ്സ്. വള്ളിച്ചെടികൾ രണ്ട് തരമുണ്ട്. ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. നിലത്തുകൂടി പടർന്നു വളരുന്നവ. ഉദാഹരണം പറയാവൂ കൂട്ടുകാരെ. പംകിൻ. അടുത്തത് നോക്കൂ. ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്പോർഡ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിംഗ് അലോങ് എ സപ്പോർട്ട്. ഒരു സപ്പോർട്ടിൻ്റെ സഹായത്തോടെ മുകളിലേക്ക് പടർന്നു വളരുന്നവ. അതിനുദാഹരണം പറയാവോ കൂട്ടുകാരെ. ബിറ്റർഗോർഡ്. പ്ലാന്റ്സ് ഇൻ വാട്ടർ. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ പ്ലാന്റ്സ്? ജലസസ്യങ്ങൾക്കുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? ജലസസ്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം? ഞാൻ എഴുതിയത് നോക്കൂ. ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ്. അവയുടെ ഇലയും പൂക്കളും ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇലോങ്ങേറ്റഡ് സ്റ്റെംസ്, നീളമേറിയ തണ്ട്. ലീവ്സ് ഹാവ് വാക്സി കോട്ടിൻ. അവയുടെ ഇലകളിൽ മെഴുകു പോലുള്ള ഒരു ആവരണമുണ്ട്. ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ.
കൂടുതൽ ജലസസ്യങ്ങളെ കണ്ടെത്തി എഴുതൂ കൂട്ടുകാരെ. ഞാൻ എഴുതിയ കുറച്ച് സസ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കൂ. ലോട്ടസ്, വാട്ടർ ലില്ലി, അസോള, കുളവാഴ, എക്സെട്ര. ലൈഫ് ഇൻസൈഡ് ദ സീഡ്. വിത്തിനകത്തെ ജീവിതം. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു വിത്തിനകത്ത് നിന്നും ഒരു ചെടി മുളച്ചു വരികയാണല്ലേ. അതെന്താണ് പറയുന്നത്? വൗ, ലൈറ്റ് അറൗണ്ട്, ഐ ആം അബവ് ദ സോയിൽ. ഓ, ചുറ്റും വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലാണ്. ഫ്രണ്ട്സ്, ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? കൂട്ടുകാരെ, നിങ്ങൾ വിത്ത് മുളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ലെറ്റ് us ജെർമിനേറ്റ് സീഡ്. നമുക്കൊരു വിത്ത് മുളപ്പിച്ചാലോ? എങ്ങനെയാണ് നമ്മളൊരു വിത്തിനെ മുളപ്പിച്ചെടുക്കുന്നത്? എന്തൊക്കെ ചെയ്യാം നോക്കൂ. ഫിൽ എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വിത്ത് സാൻഡ്. ഒരു സുതാര്യമായ ഗ്ലാസ് എടുത്ത് അതിൽ മണൽ നിറയ്ക്കണം. പ്ലാന്റ് 3 or 4 pea seeds slightly under the sand close to the glass. എന്നിട്ട് എന്ത് ചെയ്യണം? ഗ്ലാസ്സിനകത്ത് നിറച്ച മണ്ണിൽ നമ്മൾ 3-4 പയർ വിത്തുകൾ കുഴിച്ചിടണം. വെറ്റ് ദ സാൻഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? മണ്ണ് നന്നായി നനയ്ക്കണം. കീപ് ഇറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസം വയ്ക്കുക. ഒബ്സർവ് ദ സീഡ് ജെർമിനേറ്റിംഗ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിത്ത് മുളയ്ക്കുന്നത് നിരീക്ഷിക്കുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കാണാൻ കഴിയുക? വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്? വിത്തിൻ്റെ ഏത് ഭാഗമാണ് ആദ്യം മുളയ്ക്കുക? ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ഫസ്റ്റ് ലീഫ് ടു സ്പ്രൗട്ട്? ആദ്യത്തെ ഇല മുളയ്ക്കാൻ എത്ര ദിവസമെടുക്കും? ഒബ്സർവ്, നിരീക്ഷിക്കുക. ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നിങ്ങളുടെ കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക. എന്നിട്ട് പരിസ്ഥിതി ശാസ്ത്ര ഡയറിയിൽ എഴുതുക. കൂടാതെ ഡ്രോ പിക്ചർ ടു, ചിത്രങ്ങൾ വരയ്ക്കുകയും വേണം. മൈ പ്ലാൻ, എൻ്റെ ചെടി. ജെർമിനേറ്റ് എ സീഡ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിൽ ഒരു വിത്ത് മുളപ്പിക്കുക. യു ഷുഡ് പ്ലാന്റ് ദ സീഡ് വെയർ ദെയർ ഈസ് ലൈറ്റ്. എവിടെയാണ് വിത്ത് നടേണ്ടത്? വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. When the seed germinates and the plant grows, give it the manure needed. എന്നിട്ട് എന്ത് ചെയ്യണം? വിത്ത് മുളച്ച് ചെടി വരുമ്പോൾ ആവശ്യമായ വളം നൽകുക. You will observe more leaves sprouting in the plant, the stem growing, flowers and fruits appearing. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നിരീക്ഷിക്കണം. എന്തൊക്കെയാണ് നിരീക്ഷിക്കേണ്ടത്? കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കളും കായ്കളും വരുന്നതുമെല്ലാം നിരീക്ഷിക്കണം. പ്രിപ്പയർ ആൻ ആക്ടിവിറ്റി റിപ്പോർട്ട് ലൈക്ക് ദ സാമ്പിൾ ഗിവൺ എലോങ് വിത്ത് പിക്ചേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന മാതൃകയിൽ ടീച്ചറുടെ സഹായത്തോടെ ആക്ടിവിറ്റി റിപ്പോർട്ട് തയ്യാറാക്കണം കേട്ടോ. ആക്ടിവിറ്റി റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കൂ. ദ സീഡ് ടൈപ്പ്, വിത്തിൻ്റെ ഇനം. ദ ഡേറ്റ് ഓഫ് പ്ലാന്റിംഗ്, ചെടി നടുന്ന തീയതി. ദ ഡേറ്റ് ഓഫ് ജെർമിനേഷൻ, മുളയ്ക്കുന്ന തീയതി. ദ ഡേറ്റ് ഓഫ് ഫസ്റ്റ് സ്പ്രൗട്ട്, ആദ്യം മുള വന്ന തീയതി. ദ ഡേറ്റ് ഓഫ് 2 ലീവ്സ് അപ്പിയറിംഗ്, 2 ഇല വന്ന തീയതി. ദ ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ് ആഫ്റ്റർ 7 ഡേയ്സ്, 7 ദിവസം കഴിഞ്ഞ് ആ ചെടിക്ക് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായതെന്ന് എഴുതണം. എന്തിലൊക്കെയാണ് മാറ്റം വന്നത്? ഹൈറ്റ്, ഉയരം, തിക്നെസ്, കനം, നമ്പർ ഓഫ് ലീവ്സ്, ഇലകളുടെ എണ്ണം. ദ ഡേറ്റ് ഓഫ് ഫ്ലവറിംഗ്, പൂവിടുന്ന തീയതി. ദ ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിംഗ്, ഫലം വന്ന തീയതി. ഇതെല്ലാമാണ് ആക്ടിവിറ്റി റിപ്പോർട്ടിൽ എഴുതേണ്ടത്. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്, വിത്തുകളിൽ നിന്ന് മാത്രമല്ല സസ്യങ്ങൾ. ചിത്രം നോക്കൂ കൂട്ടുകാരെ. 2 കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ചുറ്റുപാടുമുള്ള ചെടികളെ നിരീക്ഷിക്കുകയാണ്. അവർ എന്താണ് പറയുന്നത്? സീ ദ സാപ്ലിങ്സ്, ദേ ആർ ഫോംഡ് ഫ്രം ദ റൂട്ട് ഓഫ് ദ കറി ലീഫ് പ്ലാന്റ്. ഈ ചെടിയെ നോക്കൂ, കറി ലീഫിൻ്റെ വേരിൽ നിന്നുമാണ് അവ മുളച്ചിട്ടുള്ളത്. ബട്ട് ദ സാപ്ലിങ്സ് ഓഫ് ദ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളച്ചി, ആർ ഫോംഡ് ഫ്രം ദെയർ ലീവ്സ്. അങ്ങനെയാണെങ്കിൽ ഇലമുളച്ചിയുടെ ഇലയിൽ നിന്നുമാണ് അവ ഉണ്ടായിട്ടുള്ളത്. സൈറ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു പ്ലാന്റ് ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ ആൻഡ് കടപ്ലാവ് ഫോർ എക്സ്പാൻഡിങ് ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. സൈറയും അവരുടെ സുഹൃത്തുക്കളും സ്കൂൾ ജൈവ വൈവിധ്യം വലുതാക്കുന്നതിൻ്റെ ഭാഗമായി ഈ ചെടികളെല്ലാം നടാൻ തീരുമാനിച്ചു. ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദം ഈസ് പ്ലാന്റഡ്. ഇനി എന്ത് ചെയ്യണം? ഇവയുടെ ഏത് ഭാഗമാണ് നടുന്നതെന്ന് നോക്കി അവയെ തരംതിരിക്കണം.
ഫൈൻഡ് ഔട്ട് മോർ പ്ലാന്റ്സ് ഇൻ ദീസ് കാറ്റഗറീസ്. എന്നിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാരെ? ഈ വിഭാഗങ്ങളിലെ കൂടുതൽ സസ്യങ്ങളെ കണ്ടെത്തി എഴുതുകയും വേണം. ഞാൻ എഴുതിയത് നോക്കൂ. സീഡിൽ നിന്നും മുളച്ചു വരുന്ന ചെടികൾ ഏതൊക്കെയാണ്? പംകിൻ, മാംഗോ ട്രീ, ടൊമാറ്റോ, ചില്ലി, കോക്കനട്ട് ട്രീ. റൂട്ടിൽ നിന്നും മുളയ്ക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്? കടപ്ലാവ്, കറി ലീഫ്, കണിക്കൊന്ന. സ്റ്റെമ്മിൽ നിന്നും മുളയ്ക്കുന്ന ചെടികളോ? ചെത്തി, ഹിബിസ്കസ്, റോസ്, ജാസ്മിൻ, ബോഗൻവില്ല. അടുത്തത് ലീഫിൽ നിന്നും മുളയ്ക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്? നിശാഗന്ധി, അലോവേര. നിങ്ങൾക്ക് അറിയാവുന്ന ചെടികളുടെ പേരുകൾ ഇതുപോലെ എഴുതി ചേർക്കണം കേട്ടോ. പ്ലാന്റ് പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ചെടിയുടെ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും. വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? ഒരു ചെടിക്ക് വ്യത്യസ്ത ഭാഗങ്ങൾ ഉള്ളത് എന്തുകൊണ്ടാണ്? ആർ ആൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? എല്ലാ ഭാഗങ്ങളും പ്രധാനമാണോ? നോക്കിയാലോ നമുക്ക്. പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ് ഇൻ എ സ്റ്റാൻഡ്. 3 ടെസ്റ്റ് ട്യൂബുകൾ ഒരു സ്റ്റാൻഡിൽ വെക്കുക. ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. ഫിൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദ സെയിം എമൗണ്ട്. കീപ് ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ. എന്ത് ചെയ്യണം? ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അതേ അളവിൽ ചുവന്ന കളർ വെള്ളം നിറയ്ക്കുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് വെള്ളമില്ലാതെ സൂക്ഷിക്കുക. കീപ്പ് 3 ക്ലിയർ വീഡ് പ്ലാന്റ്സ് മഷിത്തണ്ട് ഓഫ് ദ സെയിം സൈസ് ആൻഡ് അൺഡാമേജ്ഡ് റൂട്ട്സ് ഇൻ സൺലൈറ്റ് ഫോർ 10 minutes. ഒരേ വലിപ്പത്തിലും കേടുകൂടാത്തതുമായ 3 മഷിത്തണ്ട് ചെടികൾ 10 മിനിറ്റ് സൂര്യപ്രകാശത്തിൽ വയ്ക്കുക. ആൻഡ് ദെൻ കീപ്പ് ദം ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ്. എന്നിട്ട് അവയെ എന്ത് ചെയ്യണം കൂട്ടുകാരെ? 3 ടെസ്റ്റ് ട്യൂബുകളിലായി മാറ്റിവെക്കുക. കീപ് ദ ടെസ്റ്റ് ട്യൂബ് ഇൻ എ പ്ലേസ് വെയർ ദേ ക്യാൻ ഗെറ്റ് സൺലൈറ്റ്. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് സൂക്ഷിക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ഹാപ്പണിംഗ് ടു ദ പ്ലാന്റ്സ് ആൻഡ് ദ വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. സസ്യങ്ങൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും സംഭവിക്കുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കാണാൻ കഴിയുക? എന്തായിരിക്കാം ആ ചെടികൾക്ക് സംഭവിച്ചത്? ദ മഷിത്തണ്ട് പ്ലാന്റ് ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വീക്കൻഡ് ഡ്യൂ ടു ദ സൺലൈറ്റ് കുഡ് ബി സീൻ ആസ് ഇറ്റ്സ് ഓൾഡ് കണ്ടീഷൻ. സൂര്യപ്രകാശം മൂലം ദുർബലമായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലെ മഷിത്തണ്ട് ചെടി അതിൻ്റെ പഴയ അവസ്ഥയിൽ തിരിച്ചെത്തി. ദ എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ് ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ആൾസോ ഡിക്രീസ്ഡ്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കൊടുത്തിരുന്ന ജലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്തു. ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിനുണ്ടായ മാറ്റം. വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്താണ് സംഭവിച്ചത്? എന്തായിരിക്കും കൂട്ടുകാരെ ആ ചെടിക്ക് സംഭവിച്ചത്? കുഡ് ബി സീൻ ആസ് ഡ്രൈഡ്. അത് ഉണങ്ങിയതായി കാണപ്പെട്ടു അല്ലേ? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് ഹാഡ് നോ വാട്ടർ. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളമില്ലായിരുന്നു. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ചെടിയുടെ വളർച്ചയ്ക്ക് വെള്ളം അത്യാവശ്യമാണ്. ഹൗ ഡിഡ് ദ കളർ ഓഫ് ദ പ്ലാന്റ് സ്റ്റെം ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ചേഞ്ച്? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ സസ്യത്തിൻ്റെ തണ്ടിൻ്റെ നിറം എങ്ങനെ മാറി? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ റൂട്ട് ഇൻ ദിസ് ചേഞ്ച്? ഇതിൽ വേരിൻ്റെ പങ്ക് എന്താണ്? എന്തായിരിക്കാം ആ മാറ്റത്തിന് കാരണം? ദ റെഡ് കളേർഡ് വാട്ടർ ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ആൻഡ് ക്യാരിഡ് ടു ദ സ്റ്റെം. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചുവന്ന നിറമുള്ള വെള്ളം വേര് ആഗിരണം ചെയ്ത് തണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. സോ ദ കളർ ഓഫ് ദ പ്ലാന്റ് സ്റ്റെം ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ചേഞ്ച്. ഇങ്ങനെയാണ് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറുന്നത്. 3 ടെസ്റ്റ് ട്യൂബിലെയും ചെടികളുടെ മാറ്റം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ആസ് ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. ഡോണ്ട് ഫർഗെറ്റ് ടു ഡ്രാ ദ പിക്ചർ. നിങ്ങളുടെ കണ്ടെത്തലുകൾ പരിസ്ഥിതി ശാസ്ത്ര ഡയറി കുറിപ്പിൽ പരീക്ഷണക്കുറിപ്പായി എഴുതണം. ചിത്രങ്ങൾ വരയ്ക്കാൻ മറക്കരുത് കേട്ടോ. കോളത്തിനകത്ത് എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദെയർ ലൈഫ്സ്. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ഇലകളിൽ തയ്യാറാക്കുന്നു. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. എന്നിട്ട് ഇത് അവരുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. ദി റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. എന്നിട്ട് അവശേഷിക്കുന്ന ഭക്ഷണം വിവിധ ഭാഗങ്ങളിൽ ശേഖരിച്ച് വയ്ക്കുന്നു. അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. മറ്റു ജീവികൾ ഇത് അവരുടെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. മാച്ച് ദ ഫോളോയിങ്. ചെടിയുടെ പാർട്സ് തന്നിട്ടുണ്ട്. അവയുമായി ചേരുന്നത് എന്താണെന്ന് വരച്ച് യോജിപ്പിക്കണം. സ്റ്റെം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്?
ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. എന്ത് ചെയ്യും? വേര് ആഗിരണം ചെയ്യുന്ന വെള്ളവും പോഷകങ്ങളും ചെടിയുടെ ഇലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതാണ് സ്റ്റെമ്മിൻ്റെ ധർമ്മം. അടുത്തത് നോക്കൂ, ലീഫ്. ലീഫ് എന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്ത് വരച്ച് യോജിപ്പിക്കാം? പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. സസ്യങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്യുന്നു. റൂട്ട്. റൂട്ട് എന്താണ് ചെയ്യുന്നത്? ഫിക്സസ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. ചെടിയെ മണ്ണിൽ ഉറപ്പിക്കുന്നു. കൂടാതെ അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. മണ്ണിൽ നിന്നും സസ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നു. വെറൈറ്റീസ് ഓഫ് ലീവ്സ്. ഇലകളുടെ ഇനങ്ങൾ. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ലിസ്റ്റിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ ലീവ്സ്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനങ്ങളിലെ സസ്യങ്ങളെ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. നമ്പർ, നെയിം ഓഫ് ദ പ്ലാന്റ്, ചെടിയുടെ പേര്, ഷേപ്പ് ഓഫ് ദ ലീഫ്, ലീഫിൻ്റെ ഷേപ്പ്, സ്മെൽ, മണം, കളർ ഓഫ് ദ ലീവ്സ്, ഇലയുടെ നിറം. ഒന്ന് തന്നിട്ടുണ്ട്, തുമ്പ. തുമ്പ ചെടിയുടെ ഇലയുടെ ആകൃതി എങ്ങനെയാണ്? ലോങ് ആൻഡ് ടാപ്പറിങ്, നീളമുള്ളതും ചുരുങ്ങുന്നതും. അതിൻ്റെ ഇലയ്ക്ക് സ്മെല്ലുണ്ടോ? യെസ്. കളർ ഓഫ് ദ ലീവ്സ് എന്താണ്? ഗ്രീൻ. ബാക്കി പട്ടിക ഞാൻ പൂർത്തിയാക്കിയത് നോക്കൂ. ലോട്ടസ്. ഷേപ്പ് ഓഫ് ദ ലീഫ് റൗണ്ട്. സ്മെൽ നോ. കളർ ഓഫ് ദ ലീവ്സ് ഗ്രീൻ. നെക്സ്റ്റ് തുളസി. ഷേപ്പ് ഓഫ് ദ ലീഫ് എലിപ്റ്റിക്കൽ. സ്മെൽ യെസ്. കളർ ഓഫ് ദ ലീവ്സ് ഗ്രീൻ. നെക്സ്റ്റ് നോക്കൂ, പ്ലാന്റെയിൻ. ഷേപ്പ് ഓഫ് ദ ലീഫ് ലാർജ് ആൻഡ് ലോങ്. സ്മെൽ നോ. കളർ ഓഫ് ദ ലീവ്സ് ഗ്രീൻ. വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കണ്ടെത്തിയത്? അവ എഴുതാൻ ശ്രമിക്കൂ. There is variety in colors. നിറങ്ങളിൽ വൈവിധ്യമുണ്ട്. ഇനി എന്തൊക്കെ നമുക്ക് എഴുതി ചേർക്കാം? There is variety in shape. ആകൃതിയിൽ വ്യത്യാസമുണ്ട്. There is variety in size. സൈസിൽ വ്യത്യാസമുണ്ട്. Place the leaves underneath the paper and draw over it with a crayon. Observe the patterns. കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടിതാ ഒരു ആക്ടിവിറ്റി. എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് ചെടികളുടെ ഇലകൾ ശേഖരിക്കുക. അവയെ പേപ്പറിന് അടിയിൽ വയ്ക്കുക. അതിന് മുകളിൽ ക്രയോൺ കൊണ്ട് വരച്ച് ഓരോ ചിത്രവും നിരീക്ഷിക്കണം. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്കതിൽ കാണാൻ കഴിയുക? ലീഫ് ഫിഗേഴ്സ്, ഇലച്ചിത്രങ്ങൾ. See the figures of creatures made using different kinds of leaves. Can you make similar figures? കൂട്ടുകാരെ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഇലകൾ കൊണ്ടുള്ള വ്യത്യസ്തമായ ചില ജീവികളുടെ ചിത്രമാണല്ലേ? വ്യത്യസ്തമായ ഇലകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജീവികളുടെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സമാനമായ രൂപങ്ങൾ നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയുമോ? ശ്രമിച്ചു നോക്കൂ. വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്, പൂക്കളിൽ വൈവിധ്യം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. എന്തിൻ്റെ ചിത്രമാണത്? തുമ്പച്ചെടിയുടേതാണല്ലേ? തുമ്പച്ചെടി എന്താണ് പറയുന്നത്? പ്ലീസ് ഡോണ്ട് പ്ലക്കിംഗ് മൈ ഫ്ലവേഴ്സ്. ദയവായി എൻ്റെ പൂക്കൾ പറിക്കരുത്. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു പ്ലക്ക് ഇറ്റ്സ് ഫ്ലവേഴ്സ്? ഈ ചെടി എന്തിനാണ് അതിൻ്റെ പൂക്കൾ പറിക്കരുതെന്ന് പറയുന്നത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? പൂക്കളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹു ആർ ബെനിഫിറ്റഡ്? ലിസ്റ്റ് ഔട്ട്. ആർക്കാണ് പ്രയോജനം ലഭിക്കുക? പട്ടികപ്പെടുത്തൂ. ബീസ് ഗെറ്റ് ഹണി. തേനീച്ചയ്ക്ക് തേൻ ലഭിക്കും. പൂക്കൾ കൊണ്ട് പിന്നെ ആർക്കൊക്കെ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ലഭിക്കുക? നമുക്ക് എഴുതി നോക്കിയാലോ. ഫ്രൂട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഫ്ലവേഴ്സ്. പഴങ്ങൾ ഉണ്ടാകുന്നത് പൂക്കളിൽ നിന്നാണ്. വി യൂസ് ഫ്ലവേഴ്സ് ഫോർ ഡെക്കറേഷൻ. അലങ്കാരത്തിനായി നാം പൂക്കൾ ഉപയോഗിക്കുന്നു. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്. വ്യത്യസ്ത തരം പൂക്കൾ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. ധാരാളം പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ഏതൊക്കെ പൂക്കളാണെന്ന് നമുക്ക് എടുത്തെഴുതിയാലോ. നോക്കൂ. റോസ്, ഗോൾഡൻ ഷവർ കാണിക്കൊന്ന, ജാസ്മിൻ മുല്ലപ്പൂ, പോർച്ചുലക്ക പത്തുമണിപ്പൂവ്, സീനിയ, മാരിഗോൾഡ് ജമന്തി. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ടു. പൂക്കാത്ത ഇനം ചെടികളും. ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്? കൂട്ടുകാരെ, താഴെ കൊടുത്തിരിക്കുന്ന ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഡു ദേ ബ്ലൂം? അവ പൂക്കാറുണ്ടോ? ഡു ആൾ ദ പ്ലാന്റ്സ് ബ്ലൂം? എല്ലാ ചെടികളും പൂക്കുന്നവയാണോ? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. അന്വേഷിച്ചു കണ്ടെത്തൂ. ഈ ചെടികളുടെ പേരെന്തൊക്കെയാണ്? നോക്കൂ. ഫേൺസ്, ക്രിസ്മസ് ട്രീ, മോസ്, സൈക്കസ്. ദ മേജർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ചെടിയുടെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് എ സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോത്ത്. ചെടിയുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂക്കൾ വിരിയുന്നു. ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ്. പിന്നീട് പൂക്കൾ പഴങ്ങളായി മാറുന്നു. ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബ്ലൂം. എല്ലാ സസ്യങ്ങളും വിരിയുന്നില്ല. ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ആൾസോ. എന്നാൽ എല്ലാ പൂക്കളും പഴങ്ങളായി മാറുന്നില്ല. ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ? ആവശ്യത്തിന് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ വളരുന്ന സസ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയൂ കൂട്ടുകാരെ, വെള്ളമില്ലാത്ത സ്ഥലത്ത് വളരുന്ന ചെടി ഏതാണ്? കാക്ടസ് പ്ലാന്റ്, കള്ളിമുൾച്ചെടി. വാട്ട് ആർ ദിയർ ഫീച്ചേഴ്സ്? എന്താണ് അവയുടെ സവിശേഷതകൾ? ഞാൻ എഴുതിയത് നോക്കൂ. തിക്ക് ഫ്ലഷി സ്റ്റെം ഫോർ വാട്ടർ സ്റ്റോറേജ്. വെള്ളം സംഭരിക്കുന്നതിനായി കട്ടിയുള്ളതും മാംസളവുമായ തണ്ടുകൾ. എ വാക്സി കോട്ടിംഗ് ഓൺ ദ സ്റ്റെം ടു ഫർദർ റെഡ്യൂസ് ഇവാപ്രേഷൻ. ബാഷ്പീകരണം കുറയ്ക്കുന്നതിനായി തണ്ടിൽ ഒരു മെഴുക് ആവരണം. നെക്സ്റ്റ് നോക്കൂ, നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയെ കുറിച്ച് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ദിസ് ഈസ് എ റയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന അപൂർവ സസ്യമാണ് നീലക്കുറിഞ്ഞി. വൺസ് ദ ഫ്ലവർ ബ്ലൂംസ് ഇറ്റ് വിൽ സ്റ്റേ വിത്തൗട്ട് വിതറിംഗ് ഫോർ അപ് ടു 3 months. ഒരിക്കൽ പൂത്താൽ ഈ സസ്യം 3 മാസം വരെ വാടാതെ നിലനിൽക്കും. They are blue in color. ഇവയ്ക്ക് നീല നിറമാണ്. നീലഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എന്ന പൂവിൽ നിന്നാണ് നീലഗിരി കുന്നുകൾ എന്ന പേര് ലഭിച്ചത്. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? പലതരത്തിലുള്ള ജീവജാലങ്ങൾ മരത്തിന്റെ സഹായം തേടുകയാണല്ലേ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മരം അവരെ സഹായിക്കുന്നു. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? സസ്യങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തന്നിട്ടുണ്ടോ നോക്കൂ. ദേ ഗിവ് ഷെയ്ഡ്. അവർ നമുക്ക് തണൽ നൽകുന്നു. പിന്നെ എന്തെല്ലാം ഗുണങ്ങളുണ്ട് സസ്യങ്ങളെ കൊണ്ട് നമുക്ക്? ഞാൻ എഴുതിയത് നോക്കൂ. ദേ ഗിവ് ഷെൽട്ടർ. അവ നമുക്ക് അഭയം നൽകുന്നു. ദേ ഗിവ് ഫുഡ്. അവ നമുക്ക് ഫുഡ് നൽകുന്നു. ഹെൽപ്പ് us ടു ഗെറ്റ് ഫ്രഷ് എയർ. ശുദ്ധമായ വായു ലഭിക്കാൻ അവർ നമ്മെ സഹായിക്കുന്നു. താഴെ തന്നിരിക്കുന്ന എന്താണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ട്രീസ്. സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചും സംരക്ഷിച്ചും അവയെ പച്ചപ്പോടെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലേ കൂട്ടുകാരെ? ഡോണ്ട് യു തിങ്ക് സോ? നിങ്ങൾ അങ്ങനെ കരുതുന്നില്ലേ? യെസ്. ഇനി നമുക്ക് ലെറ്റേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് പ്ലാന്റ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ കാറ്റഗറി ഇൻ വിച്ച് ദേ ബിലോങ് ടു. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേര് കണ്ടെത്തി അവ ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന് എഴുതൂ. ഐഡന്റിഫൈ മോർ എക്സാമ്പിൾസ് ആൻഡ് നോട്ട് ഡൗൺ ദെയർ ഫീച്ചേഴ്സ്. കൂടാതെ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവയുടെ സവിശേഷതകളും രേഖപ്പെടുത്തണം. ഏതൊക്കെ ചെടികളെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. തുമ്പ, റോസ്, കോക്കനട്ട് ട്രീ. ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? തുമ്പച്ചെടി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഹെർബ്സ്. തുമ്പച്ചെടിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നമുക്ക് എടുത്തെഴുതാൻ കഴിയും? ഫ്ലവർ സീൻ ഇൻ ഓൺലി വൺ കളർ. അവയുടെ പൂവ് ഒരു നിറത്തിലാണ് കാണപ്പെടുന്നത്. തുമ്പച്ചെടിയുടെ പൂവിൻ്റെ നിറം എന്താണ്? വൈറ്റ്. ഇനി എന്തെഴുതാം? സോഫ്റ്റ് സ്റ്റെം, മൃദുവായ തണ്ട്. ഹാവ് ഷോർട്ട് ലൈഫ് സ്പാൻ, വളരെ കുറഞ്ഞ ആയുസ്. അടുത്തത് നോക്കൂ. റോസ്. റോസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്hrubs. അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫ്ലവർ സീൻ ഇൻ ഡിഫറൻറ്റ് കളർ. പല നിറത്തിലുള്ള പൂക്കൾ കാണപ്പെടുന്നു. പിന്നെയോ ഹാർഡ് സ്റ്റെം, കട്ടിയുള്ള തണ്ട്. ഹാവ് എ ലോങ് ലൈഫ് സ്പാൻ, ദീർഘായുസ്. അടുത്തത് നോക്കൂ. കോക്കനട്ട് ട്രീ. അവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ട്രീ. എന്തൊക്കെ സവിശേഷതകൾ നമുക്ക് എഴുതാൻ കഴിയും? വെരി ഹാർഡ് സ്റ്റെം, വളരെ കട്ടിയുള്ള തണ്ട്. വെരി ലോങ് ലൈഫ് സ്പാൻ, വളരെ ദീർഘമായ ആയുസ്. ഗ്രോസ് വെരി ടാൾ,
വളരെ ഉയരത്തിൽ വളരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കളർ ദ ഫ്ലവേഴ്സ് അപ്രോക്സിമേറ്റ്ലി. പൂക്കൾക്ക് അനുയോജ്യമായ നിറം നൽകൂ. ഏതൊക്കെ ഫ്ലവറാണ് തന്നിട്ടുള്ളത്? ഹിബിസ്കസ്, ലോട്ടസ്, ജാസ്മിൻ. നിങ്ങൾക്ക് അറിയാവുന്ന നിറം നൽകൂ കൂട്ടുകാരെ. വൈ ഡിഡ് യു സെലക്ട് ദിസ് കളർ? കൂട്ടുകാരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കളർ തിരഞ്ഞെടുത്തത്? കാറ്റഗറൈസ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ദാറ്റ് യു നോ ഇൻ ഓർഡർ ഗിവൺ. നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ താഴെ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ എടുത്തെഴുതൂ. എന്താണ് എഴുതേണ്ടതെന്ന് നോക്കൂ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ. ഒരേ നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന ചെടി ഏതൊക്കെയാണ്? പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറൻറ്റ് കളർ. ചെടികളിൽ പല നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികൾ ഏതൊക്കെയാണ്? ഞാൻ എഴുതിയത് നോക്കൂ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ. ഒരേ നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികൾ. തുമ്പ, ജാസ്മിൻ, കണിക്കൊന്ന, മുക്കുറ്റി, സൺഫ്ലവർ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറൻറ്റ് കളർ. പല നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികൾ. ഹിബിസ്കസ്, റോസ്, ഇക്സോറ, ഓർക്കിഡ്, മാരിഗോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് ദ സാപ്ലിങ്സ് ദാറ്റ് യു പ്ലാന്റഡ്? ഡ്രോ എ പിക്ചർ ആൻഡ് മാർക്ക് ഇറ്റ്സ് പാർട്സ്. ഹൗ ഡസ് ദിസ് പ്ലാന്റ് ബെനിഫിറ്റ് അസ് ആൻഡ് അതർ ഓർഗാനിസംസ്? എന്താണ് കൂട്ടുകാരെ പറയുന്നത്? നിങ്ങൾ നട്ട തൈയുടെ വളർച്ചയെക്കുറിച്ച് ഒരു ചിത്രം വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തൂ. ആ ചെടി നിങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? കൂട്ടുകാരെ, നിങ്ങൾ ഈ ആക്ടിവിറ്റി അമ്മയുടെ സഹായത്തോടു കൂടി ചെയ്ത് പൂർത്തിയാക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. തുറന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.